ഹേ ഗായ്സ് വെൽക്കം, ഇറ്റ്സ് മീ ക്രിഷ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ എന്താ പറയുക, ഇതൊന്നിങ്ങനെ ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. ഓക്കെ, ആ ഇപ്പോൾ ഓക്കെയാണ്. ഇത് മങ്ങിയ പോലെ. അപ്പോൾ വെളിച്ചത്ത് നിൽക്കാം. അപ്പോൾ എന്താ പറയുക, ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയാൽ കസിൻസായിട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ ഞാൻ ഇന്ന് രാവിലെ വിജയണ്ണൻ്റെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. ഒരു ആക്ഷൻ ഉണ്ടായിരുന്നല്ലോ കേട്ടോ, അടിപൊളി രോമാഞ്ചൊക്കെ വന്നിട്ട് ഗൂസ് ബംസ് മൂവ്മെൻ്റ് ആയിരുന്നു കേസ്. ഒരു ആക്ഷൻ കേട്ടോ. അപ്പോൾ ഇപ്പം CM വിജയായിട്ടുണ്ട്. പക്ഷേ സിനിമയും രണ്ടിലും, സിനിമയിലും പൊളിറ്റിക്സിലും പുള്ളി രണ്ടിലും ഒരേ ലെവലിൽ നിൽക്കാന്ന് പറയുമ്പോഴേ ഒരു ഓറ ഉണ്ടല്ലോ സിനിമയിൽ കിട്ടുന്ന ഓറ എനിക്ക് ആ സ്റ്റേജിൽ കയറി സ്പീച്ച് കൊടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഒരു രക്ഷയില്ലാത്ത ലെവലാവട്ടെ എന്തായാലും. അപ്പോൾ തമിഴ്നാടൊക്കെ ഒരു രക്ഷയില്ലാതെ ആവട്ടെ, അവിടെ ഡെവലപ്മെൻ്റ് ഉണ്ടാവട്ടെ, നല്ലൊരു ഡെവലപ്മെൻ്റ് ആവട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ നമ്മുടെ അവിടെ ഇതാവട്ടെ, കുറേ ഡെവലപ്മെൻറ്റും ഇതേപോലെ കുറേ വികസനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളി ആവാനുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇന്നലെ മറ്റേ രാജസ്ഥാൻ റോയൽസും GTൻ്റെ കളി ഉണ്ടായി. ഒരു ആക്ഷൻ ഉണ്ടായില്ല കേട്ടോ. GT ജയിച്ചു. GT ഇപ്പോൾ ഭയങ്കര ഗുജറാത്ത് ടൈറ്റൻസ് ഒരു രക്ഷയില്ല ലെവലായി കേട്ടോ. അത്യാവശ്യം ഇപ്പോൾ താഴെ നിന്ന് ഇങ്ങോട്ട് മോളിക്ക്. പക്ഷെ ഞാൻ SRH ഒരു SRH സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല. മിക്കവാറും SRH അല്ലെങ്കിൽ പഞ്ചാബ് പക്ഷെ ഇത്തിരി സെറ്റാവാനുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായി കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ടീം സെറ്റായിട്ടില്ല. ഈ ബോളിങ്ങും ഫീൽഡിങ്ങും ഒക്കെ സെറ്റാവാനുണ്ട്. അത് ടീം ഇപ്പോഴും അവർക്ക് അങ്ങനെ അങ്ങോട്ട് സെറ്റായിട്ടില്ല. പക്ഷേ ഈ RCB അങ്ങനെയല്ല. RCBക്ക് ഒരാൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ ഔട്ടായി കഴിഞ്ഞാൽ അടുത്ത ആളിനെ ഇറക്കാൻ പറ്റും. ആ ലെവലുള്ള ഒരു അടിപൊളി ആൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾ RCBയുടെ കളിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഏതായിരുന്നു കളി? മിഞ്ഞാന്നല്ല, ഒരു 4-5 ദിവസം മുന്നേ അങ്ങോട്ടായിരുന്നു തോന്നുന്നു. മറ്റേ വിരാട് കോഹ്ലിയുടെ ഗോളിലുണ്ടാക്കൽ ഔട്ടാക്കി കളഞ്ഞത്. എൻ്റെ പൊന്നെ, വിരാട്ട് വന്നു നിന്നു ഔട്ട്, ഗോളിലുണ്ടാക്കേ. എൻ്റെ പൊന്നോ, ആ കുറ്റി തെറിച്ചതുണ്ടല്ലോ. എൻ്റെ പൊന്നെ, അത് ഞാൻ ഇടയ്ക്ക് അവൻ്റെ പേരെന്തായിരുന്നു ബോളറിഞ്ഞ ഒരു രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അന്ന് തന്നെ ആ ആള് 3 വിക്കറ്റാണ് തെറിപ്പിച്ചത്. ഒരു രക്ഷയില്ലാത്ത ബോളിങ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. എൻ്റെ ആളിയ ഭുവനേശ്വർ കുമാറും അടിപൊളിയായിരുന്നു. പക്ഷെ അന്നൊരു 3 ബോള് രസമുണ്ടായില്ല. ആ 3 ബോളിൽ 6ഉം 4ഒക്കെ പോയി. 2 6ഉം 1 4 അങ്ങോട്ടായിരുന്നു തോന്നുന്നു. ബാക്കിയെല്ലാം ഭുവനേശ്വർ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ വിരാട്ടിനെ അങ്ങോട്ട് തെറിപ്പിച്ച് കളഞ്ഞതേ, വന്ന് നിന്ന് ഔട്ട് ലെവല് ഒരു രക്ഷയില്ല. ചെന്നൈ പക്ഷെ RCBയും മറ്റേത് LSGയും എൻ്റെ പോലെ LSG ഏറ്റവും അടിയിൽ കിടക്കായിരുന്നു. അവൻ്റെ കൂടെ ഇരുന്നിട്ട് കളിച്ചിട്ട് പൊട്ടിയത്. LSG ഏറ്റവും അടിയിൽ. എത്ര 4 കളി കൂടെ ജയിച്ചിട്ടുള്ളൂ അവരുടെ കൂടെ ആയിരുന്നു പൊട്ടിയത്. എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പം അങ്ങനെ. അപ്പോൾ എന്തൊക്കെയായാലും ഇന്ന് എന്താണ് കളി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞായറാഴ്ച ഏതാണ് കളി? ഇന്നലെ അടിപൊളി KKRും ഇതായിട്ട് ഉള്ള കളി ഞാൻ കണ്ടായിരുന്നു. KKRും പിന്നെ ഏതായിരുന്നു KKRും DC അത് കണ്ടായിരുന്നു. മറ്റേ KL രാഹുലിൻ്റെ ഒക്കെ കളി അടിപൊളിയായിരുന്നു. അപ്പോൾ KKR ഇപ്പോൾ ഭയങ്കര ഇതായി. കൊൽക്കട്ട അത് ശ്രദ്ധിക്കണം. കൊൽക്കട്ട DC പോലെ, അതായത് ഇതില് ഈ ചെന്നൈയും
ഞാൻ മുംബൈ ഇപ്പോൾ ഒരു പൊളി പൊളിക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ത് തേങ്ങിയത്, തല തല ഉയർത്താനും പോലും പറ്റണില്ല. ഞാൻ മുംബൈ മുംബൈ ഏത് ലെവലെ ടീമായിരുന്നു. ഇപ്പോഴും ബൂമറ ഫോമിലേക്ക്, പഴയ ഫോമിലേക്ക് അങ്ങോട്ട് വന്നെങ്കിണ്ടല്ലോ മുംബൈ ലെവലായനെ. സത്യം പറയല്ലോ, തിലക് വർമ്മ, രോഹിത് ശർമ്മ ഒരു 4-5 കളിയും കൂടി കളിക്കണമായിരുന്നു. 2 കളിയിലും കൂടി നിർത്താൻ പാടില്ലായിരുന്നു. പിന്നെ ആ ഹാർദിക് പാണ്ഡ്യൻ്റെ ക്യാപ്റ്റൻസി മാറ്റിയെങ്കിൽ അത് സെറ്റായി. അതാണ് ഞാൻ മുംബൈ ഒരു തകർക്കുമെന്ന് വിചാരിച്ചു. ഒരു കൃഷി ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, കൃഷി ശർമ്മയാണോ കൃഷി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, 21 വയസ്സുള്ള പുള്ളി. ആള് നന്നായി കയറി. ആളെ എറില് സഞ്ജു സെഞ്ചുറി അടിച്ചത്, ഫസ്റ്റത്തെ സെഞ്ചുറി. അത് ഞാൻ അവൻ്റെ പൊന്നെ, ഞാനത് ബാംഗ്ലൂർ വെച്ചിട്ടാട്ടോ കണ്ടത്. അതൊരു രക്ഷയില്ല. അത് ഞാൻ TV യിൽ കണ്ടത്. ബാക്കിയെല്ലാം ഞാൻ ടാബിൽ കണ്ടേ. ഒരു രക്ഷയില്ല കേട്ടോ. അത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു രക്ഷ ഉണ്ടായില്ല. എന്തൊക്കെയായാലും അത് ലാസ്റ്റത്തെ ബോളിലാണ് 6 അടിച്ചിട്ട് സെഞ്ചുറി ആക്കിയത്. ഒരു രക്ഷ ഉണ്ടായില്ല. അപ്പം ഇങ്ങനെ നീ കഴിക്കാൻ പോണ സ്ഥലത്ത് അത് ചെറിയൊരു ക്ലിപ്പായിരിക്കും. അപ്പം അതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചത്തെ ദിവസം കഴിയും. അപ്പോൾ ഇനി കഴിക്കാൻ പോണ സമയത്ത് കാണാം. ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല, ഒന്ന് ഫ്രഷ് ആവണം. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ സെറ്റല്ലേ ഞാൻ? ഓക്കെ അല്ലേ? ഷാമ്പു ഇട്ട് തല പിടിച്ചാലൊന്ന് ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ ഓക്കെ ഹേ ഗായ്സ്, അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു. ഇത് 2ാമത്തെ വട്ടമാണ് ഞാൻ കുളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഷേവ് ചെയ്താലൊന്നും ആലോചിക്കുകയാണ്. അപ്പോൾ ഇത്തിരി വന്നിട്ടുള്ളൂ, കാരണം ഞാൻ വെക്കേഷൻ ടൈം ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും ഷേവ് ചെയ്യൽ നടക്കില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇരുന്ന് ചിരിക്കും. അപ്പോൾ ഷേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഷേവ് ചെയ്യാം. ഏതോ സാധനം ജില്ലറ്റോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഷേവ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഷേവ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇനി ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഷേവ് ചെയ്യാൻ ഞാൻ താടി മീച്ച അങ്ങനെ വെക്കാറില്ല. സ്കൂളിൽ പോകുമ്പോൾ വെക്കേഷൻ ടൈമിൽ ഞാൻ വെക്കാറില്ല കേസ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും കട്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഹേ ഗൈസ്, അങ്ങനെ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ജീൻസാണ്. ഇതെന്താ ഇതൊക്കെ തന്നെ ഞാൻ കാണിക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും റെഡി ആയിട്ടുണ്ട്, ഷേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇപ്പോൾ ലൈറ്റിലിട്ട് ഓക്കെ അല്ലേ? ഇപ്പോൾ യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറയുക, ഇനി എന്തായാലും ഫുഡ് കഴിക്കാം. ബീച്ചിലേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് ഒരു മിനിറ്റ്, ഇപ്പോൾ കാണുന്നുണ്ടോ ടാബ്? ഈ ടാബും പിടിച്ച് എല്ലായിടത്തേക്കും നടക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ വീഡിയോസിന്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇനി എന്തായാലും ബീച്ചിൽ വെച്ചിട്ട് കാണാം. പിന്നെ എങ്ങോട്ടെങ്കിലും ഫുഡ് കഴിക്കാൻ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. യോ അയ്യോ, ബീച്ചിലെത്തി. ഏതാണ് നമ്മ ഊഞ്ഞാൽ ബീച്ച് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഊഞ്ഞാൽ ബീച്ച്. ഹേ ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഇന്നലെ ആയിരുന്നു, ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ നമ്മൾ ബീച്ചിലേക്ക് പോയതിന് ശേഷം നമ്മൾ അൽറീമിൽ പോയി. കൊടുങ്ങല്ലൂർ അൽറീം മന്തി, കൊടുങ്ങല്ലൂരാന്ന് തോന്നുന്നു, ഏതോ ഒരു അൽറീം മന്തിയിൽ പോയി അവിടെ ഒരു മട്ടൻ മന്തി കഴിച്ചു. ഓക്കെ ആയിരുന്നു.
അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ട്യൂഷന് പോകണം. വ്ളോഗ് എന്തായാലും വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എല്ലാ വീഡിയോ ഇതുവരെ കണ്ടതിന് വളരെയധികം സന്തോഷം. അപ്പോൾ ഗൈസ് ഓക്കെ.